അഫിലിയേറ്റ് ആയി. ഞാൻ റിസൾട്ട് നോക്കിയിട്ട് ആദ്യം എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചു. പിന്നെ ഫാമിലി കുറച്ച് അവരെ എപ്പോഴും എല്ലാ റിസൾട്ടും വിളിക്കുന്നവരാണ്. അവരെല്ലാവരും വിളിച്ചു. അവരെല്ലാവരും ഹാപ്പി, പക്ക ഹാപ്പി. ഞാൻ ആക്ച്വലി ലിറ്ററലി പറഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ റോഡിൽ കൂടെ ഓടിയായിരുന്നു. എനിക്ക് ആ ഒരു നിലവിളിക്കാൻ പറ്റില്ല, ബട്ട് അതുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ ഓടിയിട്ടുണ്ട്. ഐ മീൻ നടന്ന് ആ ഒരു ഇതൊക്കെ ആയിട്ട് പോയി. ഞാനങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല പാസ്സാകുമെന്ന്. മാർക്ക് ലൈക്ക് മെസ്സേജ് വരുന്നു നമുക്ക്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാനും ഉമ്മയും കൂടെ കിടന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 70 മാർക്സ്, എക്സ്പെക്ട് ചെയ്യാത്ത മാർക്കായിരുന്നു. അപ്പോഴേ ഉമ്മയെ കയറി ഹഗ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ സീനായിരുന്നു ആ സമയത്ത്. ഇനി ACCA പഠിക്കണ്ടല്ലോ, ഇനി നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്താൽ പോരെ എന്നുള്ള റിലീഫ്. ലൈക്ക് ഒരു പക്ക സേഫ് സോൺ ആയില്ലേ. ഒരു 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു പേരൻ്റെ എൻഡിലൊരു ടാഗ് വരുമല്ലോ ACCA എന്നുള്ളത്. അത് വരും എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. നമുക്ക് ഇനി എക്സാം ഫെയിൽ ആകുമോ എന്നത് പേടി വേണ്ട, ബിക്കോസ് എല്ലാം കഴിഞ്ഞല്ലോ. റിട്ടയപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് വിളിച്ചായിരുന്നു, ഫ്രണ്ട്സിൽ നിന്ന് വിളിച്ചായിരുന്നു, പിന്നെ വിളിച്ചത് ലക്ഷ്യം എന്നാണ്. അപ്പോൾ ആ ഒരു ലെവൽ അത്യാവശ്യം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. +2 കഴിയുമ്പോൾ എനിക്ക് ACCA എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ACCA ഞാൻ വിചാരിച്ചൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിയോട് കോളേജിൽ പോയിട്ട് എടുത്താലോ, അതിന് ശേഷം എടുത്താലോ, ഐ മീൻ ഒരു ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുത്താൽ സേഫ് ആയാലും. നമ്മളിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിഗ്രി എടുത്താൽ സേഫ് ആവും. പിന്നെ ACCA എടുത്തിട്ട് ഇൻ കേസ് നമുക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എൻ്റെ ഉമ്മയാണ് കണക്ക് ഒരു ന്യൂസ് ആർട്ടിക്കിൾ കണ്ടു, കണക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. അങ്ങനെ പോയപ്പോൾ ഉമ്മ ഞാനിവിടെ പോയത്. അപ്പോൾ ആക്ച്വലി ഉമ്മയാണ് ഞാനൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോയി. നെക്സ്റ്റ് ഡേ ലക്ഷ്യ ജോയിൻ ചെയ്തത്. ആക്ച്വലി ലക്ഷ്യ കയറിയതിന് ശേഷമാണ് ആക്ച്വലി ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ മീൻ ബാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത്. ബട്ട് ഞാൻ അതൊന്നും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ട്, ബട്ട് എന്നാലും ആ ടൈമിലൊന്നും ACCA ആക്ച്വലി ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ലക്ഷ്യമാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ACCA എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ ACCA പഠിക്കുന്ന പറയുമ്പോൾ ചോദിക്കുന്നത് ലക്ഷ്യയിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്യയിലെ എല്ലാ ബെസ്റ്റ് ഫാക്കൽറ്റി പൂള്, ഏത് പേപ്പർ എടുത്താലും ബെസ്റ്റ് ഫാക്കൽറ്റി പൂള് ലക്ഷ്യയിലായിരുന്നു അന്ന്. പിന്നെ ലക്ഷ്യയിൽ വന്നതിന് ശേഷം ആക്ച്വലി എനിക്ക് അതതാണ് ACCA കുറേ അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ലൈഫ്. നമുക്ക് ആക്ച്വലി കോളേജ് ലൈഫ് ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ലൈഫ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്രണ്ട്സിനെയും. ബിക്കോസ് ലക്ഷ്യയിലാകുമ്പോഴത്തേക്കും പല ഡിസ്ട്രിക്റ്റിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ലക്ഷ്യ നോട്ട് ജസ്റ്റ് വൺ ബ്രാഞ്ച് അല്ല. ട്രിവാൻഡ്രം ഉണ്ട്, ഇപ്പം ഓൾ കേരള മൊത്തം ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രം പഠിച്ചിട്ടുണ്ട്, കൊച്ചി പഠിച്ചിട്ടുണ്ട്, കോഴിക്കോട് പഠിച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പഠിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു ബോറിങ് ഫീൽ ചെയ്താൽ അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഞാൻ ഒരു 1 ബാച്ച് മാത്രം കോഴിക്കോട് പോയിട്ടുണ്ട്. ബട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവിടുത്തെ ലൈക്ക് മെയിനായിട്ട് അവിടെ ഫുഡാണ്. സോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. സോ ഇപ്പോൾ ലക്ഷ്യ ഐ മീൻ ഔട്ട് ഓഫ് സ്റ്റേറ്റിലും കൺട്രിയിലൊക്കെ ഉണ്ടല്ലോ. സോ അത് നമുക്ക് അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ലക്ഷ്യം തരുന്നുണ്ട്.